ശബരിമല സ്വർണ്ണ കവർച്ചയിൽ DGPയെ കക്ഷി ചേർത്ത് ഹൈക്കോടതി. 6 ആഴ്ചക്കകം അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കണം. അന്വേഷണം നിഷ്പക്ഷമാകണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുത്, എക്സിക്യൂട്ടീവ് ഓഫീസർ ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സ്വർണ്ണപ്പാളികളിൽ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനം സംശയകരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, കോടതിയുടെ നിരീക്ഷണം ഏത് തരത്തിലാണ് വിഷയത്തിൽ? സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇന്ന് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിലേക്ക് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, വലിയ ക്രമക്കേടുകൾക്ക് ഉള്ള സാധ്യത തുറന്നിടുകയാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം വേണം. പ്രത്യേക അന്വേഷണ സംഘം അത് അന്വേഷിച്ച് കണ്ടെത്തണം. കൃത്യമായ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണം. കാരണം ഇതിൽ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കോടതി മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു അന്വേഷണ വിഭാഗം, അത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ അത് എത്രമാത്രം സുതാര്യമായിരിക്കും എന്നത് സംബന്ധിച്ച സംശയങ്ങൾ നിലനിൽക്കെയാണ് കോടതി കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം, അന്വേഷണ പുരോഗതി അറിയിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അത് വ്യക്തമാക്കുകയും ചെയ്തത്. അങ്ങനെ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുമ്പോഴെങ്കിലും സമഗ്രമായ വിവരങ്ങൾ പുറത്തു വരാം എന്നല്ലെങ്കിൽ വന്നേക്കാം എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ കരുതാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് കോടതി എസ് ശശിധരൻ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും DGPക്ക് തന്നെ അതിന്റെ ഉത്തരവാദിത്തം നൽകുന്ന വിധത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്തത്. ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. 2019 ഉള്ള സ്വർണ്ണ പാളി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെമ്പായി മാറിയത് എങ്ങനെയെന്ന ദുരൂഹത നീക്കുന്ന രീതിയിലുള്ള അന്വേഷണ വിവരങ്ങൾ ലഭിക്കണം. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അത് ഒരു നല്ല സൂചനകളല്ല നൽകുന്നത് എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നേരത്തെ വിജിലൻസ് രണ്ടാമത് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ തുടർച്ചയായി കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ശേഷം ലഭിക്കുന്ന വിവരങ്ങൾ എന്ത് എന്നത് ഏറ്റവും പ്രസക്തമാണ്. ആരെല്ലാമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? കാരണം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക തന്നെയായിരുന്നു ഇത് ഉണ്ടാക്കിയത്. അവരുടെ മനസ്സുകളെ വിഷമിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു സ്വർണ്ണ കവർച്ച ശബരിമല ശാസ്താവിന്റെ. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.